ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുരം. ഒന്ന് കേട്ടിട്ട് പോ 22-ാം അധ്യായം. ഒന്ന് കേട്ടിട്ട് പോ 22-ാം അധ്യായം. ബാല്യം. ബാല്യകാലത്തെ പറ്റി പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അന്നത്തെ സുഹൃത്ത് വലയമാണ്, അന്നത്തെ കൂട്ടുകാർ. വിശേഷിച്ച് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെങ്കിലും, ഉറ്റ കൂട്ടുകാരൻ ഏത് വ്യക്തിക്കും ഉണ്ടായിരിക്കും. മൂവാണ്ടൻ മാവിൽ കല്ലെറിയാൻ പോകുമ്പം അവൻ കൂടെ ഉണ്ടായിരുന്നു. പറങ്കിമാവിലേക്ക് കല്ലെറിയുമ്പോഴും പറങ്കിയണ്ടി പിരിച്ചെടുക്കാനും അവൻ കൂടെ ഉണ്ടായിരുന്നു. സൈക്കിൾ കയറ്റം പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അവൻ കൂടെ ഉണ്ടായിരുന്നു. എന്തിനും ഏതിനും ഒരു കൂട്ടുകാരൻ ബാല്യത്തിൽ നമുക്കുണ്ടായിരുന്നു. പെൺകുട്ടികൾക്കാണെങ്കിലും കൊച്ചുനാൾ മുതൽ ഒരു കൂട്ടുകാരി, അവൾക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി അവൾക്കുണ്ടായിരിക്കും. വെള്ളത്തണ്ട് പറിക്കാനും സ്കൂളിലേക്ക് പോകുമ്പോൾ സ്വകാര്യങ്ങൾ പറയാനും മറവില്ലാതെ എല്ലാ സ്വന്തം കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടുകാരി അവൾക്കുമുണ്ടായിരുന്നു. അവൾക്ക് മുടി പിന്നിക്കൊടുക്കുന്ന ഒരു കൂട്ടുകാരി അവൾക്കുണ്ടായിരുന്നു. അവളിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം സൗഹാർദ്ദപരമായിട്ട് പരസ്പരം പങ്കിടുന്ന ഒരു കൂട്ടുകാരി, കൊത്തുകല്ല് കളിക്കുന്ന കൂട്ടുകാരി, സ്കൂളിലേക്ക് പോകുമ്പോൾ എംപോസിഷൻ എഴുതി കൊടുക്കുന്ന ഒരു കൂട്ടുകാരി. അങ്ങനെ ഒരു കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും ഒരു ബാല്യം എല്ലാവരും കടന്നിട്ടുണ്ട്. പലരും 1 മുതൽ 10 വരെയെങ്കിലും മിനിമം ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരും ഉണ്ട്. അങ്ങനെയുള്ള സുഹൃത്ത് വലയം, അങ്ങനെയുള്ള ആ സ്നേഹിതര് ഒരു കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വളർന്ന ശേഷം, വിദ്യാഭ്യാസത്തിന് ശേഷം എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുമ്പോൾ സാധാരണ പെൺകുട്ടികൾക്കൊക്കെ ജോലിയൊക്കെ ലഭിക്കുന്നത് ടീച്ചറായിട്ടാണെങ്കിലും നേഴ്സുമാരൊക്കെ ആയിട്ടാണെങ്കിലും ജോലി കിട്ടുമ്പോൾ ഏതെങ്കിലും ഉൾനാടൻ ഗ്രാമത്തിലൊക്കെ ആയിരിക്കും അവർക്ക് ആദ്യത്തെ പോസ്റ്റിംഗ്. അവിടെ ചെല്ലുമ്പോൾ ആ നാട്ടിലെ അല്ലെങ്കിൽ തൊട്ടടുത്ത് അതേ പോസ്റ്റിലിരിക്കുന്നവർ, അല്ലെങ്കിൽ അതേ സ്കൂളിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതേ ഹോസ്പിറ്റലിലുള്ളവർ, അങ്ങനെയുള്ള ചിലർ ഇവരെ സഹായിക്കും. അവരായിരിക്കും പിൽക്കാലത്ത് നല്ല കൂട്ടുകാരികളായിട്ട് അവർക്ക് തീരുന്നത്. നന്മകൾ മാത്രം ചെയ്യുന്ന നല്ല കൂട്ടുകാരികൾ ആൺകുട്ടികൾക്കും കാണും. അതുപോലെ തന്നെ അവർ വളർന്ന് പിൽക്കാലത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ അവർ ചെല്ലുന്ന സ്ഥാനത്ത് അവരുടെ ആ ജോലിയുടെ നിലവാരമനുസരിച്ച് അവിടെ അവർക്ക് പുതിയ സുഹൃത്ത് വലയങ്ങൾ ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കൂട്ടുകാര്, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ നമുക്കെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഈ സ്നേഹിതർ ഏറ്റവും കൂടുതൽ അവരെ നമ്മൾ മനസ്സിലാക്കുന്നത്, അവരുടെ ഗുണമറിയുന്നത് ആശുപത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ, രോഗാവസ്ഥയിലോ ആക്സിഡൻറ്റിലോ ഒക്കെ നമ്മൾ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ കൂട്ടുകാരുടെയൊക്കെ വില നാം തിരിച്ച് അറിയുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ കാണാൻ ചെല്ലും, ആശുപത്രിയിൽ കൂട്ടുകാർ കാണാൻ ചെല്ലുമ്പം അത് ഫാമിലി ആയിട്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ വരുന്നതെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പം ഒരു സ്ഥിരം ഡയലോഗ് ഇടാ, അല്ലെങ്കിൽ എടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ, 3 നേരവും പ്രാർത്ഥിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിൻ്റെ നിൻ്റെ ഈ അസുഖം ഒന്ന് മാറാനായി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഇതിനർത്ഥം എന്താണെന്നറിയാം? ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി പറയുന്നത് മറ്റൊന്നാണ്. നിന്നെ ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കില്ല എന്ന് തീർത്തു പറയുകയാണ് ഈ വാക്കുകളിലൂടെ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ സാമ്പത്തികമായി സഹായിക്കില്ല എന്ന് തന്നെയാണ്. കണ്ണൊഴിച്ച് നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നവർ പറയാനൊന്നും പോകുന്നില്ല, അവർ പ്രാർത്ഥിച്ചിരിക്കും. നിങ്ങൾ കൂട്ടുകാരാണെങ്കിൽ അവരുടെ കിടക്കുന്ന അവരുടെ ആ തലയണ കീഴിലേക്ക് ഒരു 100 രൂപ 500 രൂപ വെച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അവരുടെ വീട്ടിൽ നിനക്ക് ആ കൂട്ടുകാരൻ്റെ അതേ സ്ഥാനമല്ലേ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നിട്ടുള്ളത്?
അല്ലെങ്കിൽ കൂട്ടുകാരി, നിങ്ങൾ ആ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർ അപ്പനും അമ്മയൊക്കെ നിന്നെ എന്ത് സ്നേഹത്തോടെയാണ് സ്വീകരിച്ചിരുന്നല്ലേ. ഇന്ന് നിനക്കൊരു 100 രൂപ അവരുടെ തലയിണക്കയിലോട്ട് ഈ അസുഖം കടിച്ച് കിടക്കുമ്പോൾ വെക്കാനില്ല. പ്രാർത്ഥിക്കാം 3 നേരം. ഇത് പുതിയ തലമുറയുടെ പുതിയ കഥയാണ്. ഞാൻ ഈ സ്നേഹിതന്മാരുടെയൊക്കെ കഥ പറഞ്ഞു വന്നിരുന്നത് എന്തിനാണെന്നറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബ് എന്നൊരു കഥാപാത്രമുണ്ട്. അവൻ പരമഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, യഹോവ ഭക്തൻ. അവൻ്റെ ഭക്തിയിൽ യഹോവ പൂർണ്ണ സംതൃപ്തനായിരിക്കെ അവൻ്റെ ആ വിശുദ്ധി അല്ലെങ്കിൽ അവൻ്റെ ദൈവഭക്തിയെ പിശാച് ചോദ്യം ചെയ്തു. അങ്ങനെ പിശാചിന് അവനെ പരീക്ഷിക്കാനുള്ള അനുവാദം യഹോവയായ ദൈവം കൊടുത്തു. യഹോവയായ ദൈവം അനുമതി കൊടുത്ത ശേഷം ഇയ്യോബിനെ പരീക്ഷിക്കാൻ സാത്താൻ ഇറങ്ങി തിരിച്ചു. ആ സമയത്താണ് കാണുന്നത് ഇവൻ്റെ ശരീരത്തിന് ചുറ്റിനും ഒരു വലയം യഹോവയായ ദൈവം കെട്ടിത്തീർത്തിയിട്ടുണ്ട്. ഏത് അഭിഷിക്തനും ചുറ്റിനും ഒരു വലയം കെട്ടിയിട്ടുണ്ട് യഹോവയായ ദൈവം. ഇത് എല്ലാ പുരോഹിതന്മാർക്കും അറിയാം. എങ്കിലും ഈ പുരോഹിതന്മാരടിക്കുന്ന ഒരു ഡയലോഗുണ്ട്, അയ്യോ അതുവഴി പോകല്ല കേട്ടോ, അവിടെ പോക്ക് വരവുള്ളതാണ്, അവിടെ പിശാചിൻ്റെ ശല്യമുണ്ട്, അവിടെ ഭൂതത്തിൻ്റെ. ഇവർക്കറിയാം ഏത് അഭിഷിക്തൻ്റെ ചുറ്റിനും യഹോവയായ ദൈവം ഒരു വേല കെട്ടിയിട്ടുണ്ടെന്ന് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. അത് മറ്റൊരു വശം. എങ്ങനെയാണെങ്കിലും ഇയ്യോബിനെ പിശാച് കഴിയുന്നത്ര രീതിയിലെല്ലാം പരീക്ഷിച്ചു. അവന് നഷ്ടങ്ങളുടെ മാത്രം കഥ പറഞ്ഞു. അവന് മക്കൾ നഷ്ടപ്പെട്ടു, അവൻ്റെ സാമ്പത്തികമായുള്ള ഭദ്രതയെല്ലാം നശിച്ചു, ആടെ മാടെ എല്ലാം അവന് നശിച്ചു. എന്നിട്ടും അവൻ പതറിയില്ല. അപ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചു. ചോദിച്ചവരോട്, നീ എന്നിട്ടും എന്തേ പതറാതെ യഹോവയെ സ്തുതിക്കുന്നു എന്ന് ചോദിച്ചവരോട് അവൻ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതാണ് യോബ്. അത്രയ്ക്ക് കറ തീർന്ന വിശ്വാസം, യഹോവയിലുള്ള വിശ്വാസം, അതായിരുന്നു യോബ്. അവൻ്റെ ഭാര്യ വരെ പറഞ്ഞു, ഒരൊറ്റ വാക്ക് പറ യഹോവയ്ക്കെതിരായിട്ട്, നിന്റെ ദേഹം മുഴുവൻ പുണ്ണു പിടിച്ച് ചൊറിഞ്ഞിരിക്കുകയല്ലേ, നീ അത് ചാരം പൂശി ചാരം വെതറി വേദന അകറ്റുകയല്ലേ, ഒരു പ്രാവശ്യം ഈ യഹോവയൊന്ന് തള്ളിപ്പറ. അവൻ പറഞ്ഞില്ല. ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടും ഇയ്യോബ് യഹോവയെ തള്ളിപ്പറഞ്ഞില്ല. ഇനിയും ശ്രദ്ധിച്ച് കേൾക്കണമേ. അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. എപ്പോഴാണെന്നറിയാമോ? അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, അവൻ്റെ സ്നേഹിതർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇയ്യോബിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നത് അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, അവൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. അതിനർത്ഥം നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നു എന്നല്ലേ. നമ്മളുടെ കുഞ്ഞിൻ്റെ നെറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ്, ദൈവമേ അനുഗ്രഹിക്കണേ, അവളുടെ കൂടെ, അവളുടെ ബുദ്ധിമണ്ഡലത്തോട് കൂടെ ഇരിക്കണേ, ആവശ്യമായ സമയത്ത് അവൾക്ക് ഓർമ്മകൾ ഉണ്ടാകണമേ. ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ സമയത്ത് തന്നെയല്ലേ അടുത്ത വീട്ടിലൊരു കുഞ്ഞ് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോകുന്നത്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്നു മുതൽ നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോകത്തില്ലേ, ജയിച്ചിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ സ്വന്തം അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇതൊരു ലോജിക്കാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറണമെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും, ഒരു കാലത്ത് നമ്മെ സഹായിച്ച ചില കൂട്ടുകാരുണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അവരെവിടെയാണെന്ന് പോലും നിങ്ങൾക്കറിയാമോ? അറിയില്ലല്ലോ. അവർക്കൊക്കെ വേണ്ടി ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഇന്നത്തെ ചില അവസ്ഥകളുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാറിക്കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഒന്ന് എനിക്കറിയാം, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഇന്ന കൂട്ടുകാരൻ ഇന്ന കുറവുകൾ കൊണ്ടുണ്ട്, ഇന്ന
ആവശ്യങ്ങൾ അവന് സാധിച്ചു കൊടുക്കണേ പരമപിതാവേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. ഇരട്ടി ദൈവം അവന് തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, അതിലുപരിയായി നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് അപേക്ഷിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയും അവൻ കേട്ടിരിക്കും. ഇതാണ് ഇയ്യോബ് നമ്മളെ ഒന്ന് കേട്ടിട്ട് പോ 22-ാം അധ്യായം. ഞാൻ മുല്ലത്തരം ഡാലി മുക്കഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര.